ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇന്ദ്രൻ സേട്ടൻ്റെ ആശാൻ പടം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഈ പടം ഇറങ്ങിയിട്ട് എനിക്കൊന്ന് 1-2 ദിവസമായി തോന്നുന്നു. ഇന്നാണ് പടം കണ്ടത്. കൂടാതെ 2-3 പടം കൂടെ അധികം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇടാം. ഇപ്പോൾ ഈ ആശാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പടം, ഒരു ചെറിയൊരു നല്ല പടം. അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡയറക്ടർ ജോൺ പോൾ ജോർജ്, ഡയറക്ടർ റൈറ്റർ. ഇതിനു മുമ്പ് പുള്ളിക്കാരൻ ചെയ്ത ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അമ്പിളിയാണ്. എനിക്ക് തോന്നുന്നത് 2019 ആ സമയങ്ങളിൽ ഞാൻ കണ്ടാന്ന് തോന്നുന്നു ഈ പടം ഇറങ്ങിയത്. അപ്പോൾ ആ പടം കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും വർഷം ഗ്യാപ്പ് എടുത്താണ് ഈ പുള്ളിക്കാരൻ ഈ പടം ചെയ്തത്. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്കകത്തുള്ള ഒരു സിനിമയാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ സിനിമയിലും നമ്മൾ നേരത്തെയും പടം കണ്ടിട്ടുണ്ട്. ഉദയനാണ് താരവും, മേക്കപ്പ് മാനും, അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്തുള്ളൊരു സിനിമയാണെങ്കിലും ഇതിൻ്റെ പുറയിൽ സിനിമയിലെ പിന്നാമ്പുറ ആൾക്കാരുണ്ടല്ലോ, ഡയറക്ടർ അല്ലാതെ എൻ്റെ പുറകെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെയും കൂടെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിതം എങ്ങനെയാണെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണെന്നുള്ള എഫേർട്ടൊക്കെ ഇന്നത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ ആ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഈ സിനിമയ്ക്കകത്തോട്ട് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലുതായിട്ട് വിജയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി. അപ്പം അല്ലാതെ പിന്നാമ്പുറം കാഴ്ചകളും അവരുടെ ലൈഫും അവരുടെ ജീവിതവും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പടം കിടിലനായിട്ട് അവരുദ്ദേശിച്ചത് അത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ജോമോൻ ചോദിർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ജോമോൻ ചോദിറിനെ നല്ലോണം യൂസ് ചെയ്തൊരു സിനിമയെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളി ആടലോടകത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും നോക്കിയാൽ മതി, പുള്ളിക്കാരനൊരു കോമഡി വർക്ക് ചെയ്യാൻ പുള്ളിക്കാരന് കഴിവുണ്ട്. പക്ഷേ പുള്ളിക്കാരനൊരു കഴിവ് ഇതിനകത്തോട്ടോ ഈ ഒരു സിനിമയ്ക്കകത്താണ് എനിക്ക് ഉപയോഗിച്ചത് ഈ ഒരു സിനിമയ്ക്കകത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കൂട്ട് തന്നെ, എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ സിനിമയ്ക്കകത്തൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവരും കഥ പറയാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും എത്തിയിട്ടില്ല എങ്ങും. അപ്പോൾ അതേപോലെ 10 വർഷത്തോളം സിനിമയിൽ കയറാൻ വേണ്ടി അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളായിട്ടാണ് ജോമോൻ ചോദിർ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരനൊരു ഇത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ കിട്ടുന്നത്, അതിനകത്ത് തുടർന്ന് പോകുന്നതാണ് ഇതിനകത്തെ കഥയെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും പിന്നെ ഇതിനകത്ത് ക്യാരക്ടർ ആൾക്കാരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ചുമ്മാതങ്ങ് പരിചയപ്പെടുത്തിയേക്കുമല്ല, കഥയ്ക്ക് പോകുന്നതിനനുസരിച്ചാണ് ഇതിനകത്ത് ഓരോരോ ക്യാരക്ടറിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഇന്ദ്രൻ സേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ഇന്ദ്രൻ സേട്ടൻ എന്ന് പറഞ്ഞാൽ ഗംഭീര ആക്ടർ തന്നെ. അത് ഇതിനകത്തും അങ്ങനെ തന്നെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. തുടക്കം ഈ ഇന്ദ്രൻ സേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു പ്രസിഡൻറ്റാണ്. ഒരു ഫ്ലാറ്റിൻ്റെ കുറേ ഫാമിലികൾ കാണുമല്ലോ, അവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളായിട്ടാണ് ഇങ്ങനത്തെ കാണിച്ചു വെച്ചേക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ റീൽസും ചെയ്യും, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യും. അങ്ങനെയുള്ളൊരു സാധാരണ ഒരു ക്യാരക്ടറായിട്ടുള്ളൊരു വ്യക്തി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തി. അങ്ങനെ അവിടെ ഒരു സിനിമ ഷൂട്ടിങ്ങിന് ആ ഒരു ഇതിൽ വരുന്നതും തുടർന്ന് നടക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടത് എനിക്ക് ശോഭി തിലകൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട്, സീരിയൽ ആക്ടർ. പക്ഷേ പുള്ളിക്കാരൻ ഇതിനകത്ത്, ഞാൻ സീരിയലിൻ്റെ ഒരു ആക്ടിങ് വിട്ടിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തത് ഈ സിനിമയ്ക്കകത്താണെന്ന് എനിക്ക് തോന്നി. ഈ പുള്ളിക്കാരനെ ഇതിനകത്ത് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ചൂടനായിട്ടുള്ളൊരു ഡയറക്ടർ പുള്ളിക്കാരൻ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ട്, നല്ല കിടിലനായിട്ടുണ്ട്. നേരത്തെയൊക്കെ പുള്ളിക്കാരൻ സിനിമയിലുണ്ടെങ്കിലും പക്ഷേ അതൊരു എന്താ പറയുന്നത്, ഒരു സീരിയലിൻ്റെ ആക്ടിങ് ആയിട്ടാണ് പുള്ളിക്കാരനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിൽ എനിക്ക് വർക്കായിട്ടെന്ന് തോന്നി. ഇത് എനിക്ക് അല്പം ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ, ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലോണം വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇത് മോശമാണെന്നല്ല, പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം അല്പം ഒന്ന് വലിയുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. കാരണം അത് ആവശ്യമില്ലാതെ കുറച്ച് ഭാഗം വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നി. പക്ഷേ അത്രയും വലിച്ചില്ല, അത്രയും നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് തോന്നി. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ അടുപ്പിച്ചങ്ങാണ്ട് ഈ പടമുണ്ട്. പക്ഷേ അത്രയും വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ഒരു 2 മണിക്കൂർ 10 മിനിറ്റോ അങ്ങനെയൊക്കെ അത്രയും ഒരു ഇത് ചുരുക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ അല്പം ഒരു ലാഗ് ഫീൽ ചെയ്ത് അത് അല്പം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടോട്ടലി ഇമോഷന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് ചെയ്ത നല്ല പടം. പിന്നെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് കിരൺ ദാസാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് ചിലയിടത്ത് ഒരു കാര്യം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അടുത്തൊരു സീൻ വരുന്നതിൻ്റെ കൂട്ട് അത് 1-2 എനിക്ക് അത് ഫീൽ ചെയ്ത്. അജീഷ് ആൻഡ്രോയാണ് ഇത് മ്യൂസിക് ചെയ്തേക്കുന്നത്. അതും അത്യാവശ്യം ഒരു ചെറിയ പടമൊന്നുമില്ല, അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്, ബോറാക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ അല്പം ഒന്ന് ലെങ്ത് ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു ചെറിയൊരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ആശാൻ തോന്നിയത്. ഇതിൻ്റെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ തന്നെ, അത് പിന്നെ ജോമോൻ ചോദിർ, അവർ രണ്ടുപേരും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ജോമോൻ ചോദിറിനെ എനിക്ക് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. അത്യാവശ്യം കോമഡിയും അത്യാവശ്യം സീരിയസ് ആയിട്ട് പുള്ളിക്കാരൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോകാൻ എനിക്ക് അത്യാവശ്യം ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടർമാരുടെ ലെവലിൽ കൊണ്ടുവരാൻ പറ്റിയ ആക്ടറും കൂടിയാണ് ജോമോൻ ചോദിർ. ഇതിനു മുമ്പും ചിലവരൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ വിനുമോഹനൊക്കെ നിവേദ്യം ആയിട്ട് വന്നപ്പം
ഒരു മിഡായിട്ടൊക്കെ വരുമെന്നുള്ള വിചാരിച്ച ഒരു ആക്ടറാണ്. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷമായിപ്പോയ ഒരു ആക്ടറും കൂടിയാണ് വിമോൻ. പക്ഷേ നിങ്ങൾക്കറിയാലോ നിവേദിതയിൽ ആക്ടർ. അതേപോലെ സൂക്ഷിച്ച് നോക്കി നല്ല പടങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരാൻ പറ്റിയ ഒരു ആക്ടറും കൂടിയാണ് ജോമോൻ ചൗധരി. പിന്നെ ഇത് മലയാള സിനിമയാണ്, മലയാള ഇൻഡസ്ട്രിയാണ്. കുറേ അലവലാദികളുണ്ട്, ഓരോരുത്തരെ താക്കാൻ വേണ്ടിയുള്ള കുറച്ച് പേരുണ്ട്. അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക ജോമോൻ ചൗധരി. അല്ലാതെ നേരെ നേരെ സ്ട്രേറ്റ് ആയിട്ട് പോവുക. ചില കണ്ണുകടിയുള്ള പ്രൊഡ്യൂസർമാരുടെ മുന്നിലൊന്നും പെടാതിരിക്കുക. അവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ആക്ടർമാരെയും കൂടെ താഴ്ത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പെടാതിരിക്കുക, നല്ല പടങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. കാണാൻ പറ്റിയൊരു ചെറിയൊരു നല്ല സിനിമ ആശാൻ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.